വർഷങ്ങളോളം സിനിമയിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ച ഒരുപാട് നടീനടന്മാർ നമുക്കിടയിലുണ്ട്. എന്നാൽ മാതാപിതാക്കളുടെ അതേ പാതയിലൂടെ സിനിമയിൽ വന്നിട്ട് ക്ലച്ച് പിടിക്കാതെ പോയ നടീനടന്മാർ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം നടീനടന്മാർ ആരൊക്കെയാണെന്നും അവർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പ്രേം കിഷോർ. നസീർ കുടുംബത്തിലെ അവസാനത്തെ നടനാണ് പ്രേം കിഷോർ. സാക്ഷാൽ പ്രേം നസീറിന്റെ അനുജനായ പ്രേം നവാസിന്റെ മകനാണ് പ്രേം കിഷോർ. പ്രേം നവാസ് ഒരുപാട് സിനിമകളിൽ മികച്ച റോളുകൾ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം പച്ചക്കോട്ടിലെ നായകൻ ഉൾപ്പെടെ നെല്ല്, അഗ്നിപുത്രി, കന്യാകുമാരി തുടങ്ങിയ 24ഓളം സിനിമകളിൽ അഭിനയിക്കുകയും സിനിമ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അച്ഛന്റെ അതേ പാതയിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ പ്രേം കിഷോറിന് സാധിച്ചു. 2005 വെക്കേഷൻ എന്ന സിനിമയിലാണ് പ്രേം കിഷോർ ആദ്യമായി അഭിനയിച്ചത്, അതും നായകനായി. സിനിമയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ശരാശരിയായിരുന്നു. പ്രേം നസീറിന്റെയും പ്രേം നവാസിന്റെയും പേര് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല, ആദ്യമായി അഭിനയിച്ച സിനിമയിൽ സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആകെ 2 സിനിമകളിൽ മാത്രമാണ് പ്രേം കിഷോർ അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ഒരെണ്ണം മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതാണെങ്കിലോ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രേം കിഷോർ ഒരു സിനിമയിലും അഭിനയിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല. അനു ശശി. ലെജൻഡറി സംവിധായകനായ IV ശശിയുടെയും നടി സീമയുടെയും മകളാണ് അനു ശശി. 2004 തന്റെ അച്ഛൻ സംവിധാനം ചെയ്ത സിംഫണി എന്ന സിനിമയിലൂടെയാണ് അനു നായികയായി വന്നത്. ആ സിനിമ പുറത്തിറങ്ങിയ സമയത്ത് ഇത് വലിയൊരു ചേഞ്ച് ആണെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവർ ഈ പറയുന്ന ചേഞ്ച് ഒന്നും ആ സിനിമയിൽ ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല. IV ശശി എന്ന ഗംഭീര ഫിലിം മേക്കറുടെ ഏറ്റവും മോശം സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതുമാത്രമല്ല, സീമയെ പോലുള്ള ഒരു മികച്ച നടിയുടെ ഒരു പെർഫോമൻസും അനുവിൽ തെളിഞ്ഞു കണ്ടില്ല. അതേ വർഷം തന്നെ കാതൽ.com എന്ന തമിഴ് സിനിമയിലും അനു അഭിനയിച്ചിരുന്നു. പക്ഷേ ഈ 2 സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഒരേ വർഷം 2 സിനിമകൾ, 2 ഇൻഡസ്ട്രി, രണ്ടും പരാജയം. അങ്ങനെ ഒരു നടി എന്ന നിലയിൽ അനുവിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. സീമയെ പോലെ നല്ലൊരു നടിയായി സിനിമയിലെത്താൻ തന്റെ അച്ഛൻ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. ക്രിഷ് ജെ സത്താർ. മറ്റൊരു താരപുത്രനായിരുന്നു ജയഭാരതിയുടെയും സത്താറിന്റെ മകനായ ക്രിഷ് ജെ സത്താർ എന്ന ഉണ്ണികൃഷ്ണൻ സത്താർ. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഫിലിം അക്കാദമി കോഴ്സ് കഴിഞ്ഞ ശേഷമാണ് ക്രിഷ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. സിദ്ദിഖ് സംവിധാനം ചെയ്ത 2013 ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന മോഹൻലാൽ സിനിമയിലൂടെയാണ് ക്രിഷ് സിനിമയിൽ വരുന്നത്. ഒരു നായക നടന് വേണ്ടിയുള്ള ലുക്കെല്ലാം ക്രിഷിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ സിനിമയിലൂടെ ആ വർഷത്തെ മികച്ച പുതുമുഖ നടനുള്ള അവാർഡ് വരെ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. പിന്നീട് 2014 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയുടെ തമിഴ് റീമേക്കിൽ ഫഹദ് ഫാസിലിന്റെ റോളിൽ അദ്ദേഹം അഭിനയിച്ചു. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ടു നൂറ വിത്ത് ലവ് എന്ന സിനിമയിൽ മമതയുടെ നായകനായും അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സിനിമകളിലൊന്നും അദ്ദേഹത്തിന് കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ 2 വർഷം കൊണ്ട് 3 സിനിമകൾ ചെയ്ത് അദ്ദേഹം ഫീൽഡ് ഔട്ടായി. സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്ന് ഇപ്പോൾ UK-യിലും അമേരിക്കയിലും കോക്ടെയിൽ ബാറിന്റെ വലിയ ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. നല്ലൊരു ലുക്കും മികച്ചൊരു തുടക്കവും ഉണ്ടായിട്ടും സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയതിന്റെ മികച്ച ഉദാഹരണം തന്നെയായിരുന്നു ക്രിഷ് ജെ സത്താർ. പ്രണതി ജോസ്. പ്രണതി ജോസ് ഈ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാൽ ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ നരേന്റെ അനുജത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ആളെ പിടികിട്ടും. 70 കാലഘട്ടങ്ങളിലെ മലയാള സിനിമയിലെ അർബൻ റൊമാന്റിക് ഹീറോ ആയ ജോസിന്റെ മകളാണ് പ്രണതി ജോസ്. വെറും 2 വർഷം കൊണ്ട് 4 ഭാഷകളിൽ അഭിനയിച്ച് ഫീൽഡ് ഔട്ടായി പോയ നടിയാണ് പ്രണതി ജോസ്. ഒരു മോഡലായിരുന്ന പ്രണതി അഭിനയിക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടിയാണ് സിനിമയിലേക്ക് വന്നത്. ആദ്യ സിനിമയായ ഫോർ ദ പീപ്പിൾ ആ സമയത്ത് ട്രെൻഡ് ആയപ്പോൾ ആ സിനിമയിലെ ജാസി ഗിഫ്റ്റിന്റെ വൈറലായ പാട്ടുകളിലൊന്നും പ്രണതി ഉണ്ടായിരുന്നില്ല. ഫോർ ദ പീപ്പിൾ എന്ന വലിയ ഹിറ്റിന് ശേഷം തമിഴിൽ ഗംഭീരം എന്ന സിനിമയിൽ ശരത് കുമാറിന്റെ ഭാര്യയായി പ്രണതി അഭിനയിച്ചിരുന്നു. പക്ഷേ അതൊന്നും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് മലയാളം കൂടാതെ തമിഴിലും തെലുങ്കിലും പ്രണതിക്ക് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു. 2005 തമിഴ് സിനിമയായ കാട്ടിലുള്ളവരിൽ അഭിനയിക്കുമ്പോൾ നായകനായ ജയ് ആകാശുമായി ഡേറ്റിംഗിലാണെന്ന് വരെ ആ സമയത്ത് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിറ്റേ വർഷമായ 2006 പ്രണതി ഫീൽഡ് ഔട്ടായി. അങ്ങനെ നല്ലൊരു നടിയാവണമെന്ന ആഗ്രഹവുമായി വന്ന് നല്ലൊരു തുടക്കം കിട്ടിയെങ്കിൽ പോലും സാഹചര്യവശാൽ ഫീൽഡ് ഔട്ടായി പോയ നടിയാണ് പ്രണതി ജോസ്. ജോർജ് വിഷ്ണു. വളരെ മികച്ച പ്ലാനിങ്ങോടുകൂടി ഒരു വലിയ നടനാവാൻ സിനിമയിൽ വന്ന് കയ്യിലിരിപ്പ് കാരണം ഫീൽഡ് ഔട്ടായി പോയ നടനാണ് ജോർജ് വിഷ്ണു. പ്രശസ്ത നടിയായ ഷീലയുടെയും മലേഷ്യൻ തമിഴ് ആക്ടറായ രവിചന്ദ്രന്റെയും മകനാണ് ജോർജ് വിഷ്ണു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുരളി രാജ് സതീഷ് എന്നാണ്. സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജോർജ് വിഷ്ണു എന്ന പേര് സ്വീകരിച്ചത്. തന്റെ മകനെ എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു നടനാക്കാൻ വേണ്ടി സിനിമയിൽ വരുന്നതിന് മുൻപേ പേര് മാറ്റി. അതോടൊപ്പം പ്രശസ്ത തമിഴ് നിർമ്മാതാവിനെ സ്വാധീനിച്ച് 1997 കാതൽ റോജാവ് എന്ന തമിഴ് സിനിമയിൽ അദ്ദേഹത്തിനെ നായകനാക്കി അരങ്ങേറ്റം കുറിപ്പിച്ചു. ഇളയരാജയായിരുന്നു ആ സിനിമയുടെ ഗാനങ്ങൾ ഒരുക്കിയത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ വൈകി 2000-ലാണ് റിലീസായത്. എന്നാൽ ജോർജ് വിഷ്ണു ഭയങ്കര തിടുക്കം കാട്ടുന്ന വ്യക്തിയായതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഒന്നും നോക്കാതെ മറ്റ് സിനിമകളിൽ അഭിനയിക്കാനുള്ള എഗ്രിമെന്റിൽ അദ്ദേഹം ഒപ്പിട്ടിരുന്നു. ആദ്യ സിനിമ താമസിച്ച് റിലീസായതുകൊണ്ട് 5 സ്റ്റാർ ഹോട്ടൽ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യ റിലീസ് ചിത്രം. എന്നാൽ 2000-ൽ തന്റെ ആദ്യ സിനിമ റിലീസായ അതേ വർഷം തന്നെ അദ്ദേഹം സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ടായി.
സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ട് ആയപ്പോൾ പ്രേക്ഷക ശ്രദ്ധയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് സീരിയലുകളിൽ ചവറ് പോലെ അഭിനയിച്ചിരുന്നു. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം കുറച്ച് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചത്. പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജോർജ് വിഷ്ണു ആകെ ചെയ്തത് 15 സിനിമകളാണ്. അതിൽ 3 മലയാള സിനിമകളും 12 തമിഴ് സിനിമകളും ഉൾപ്പെട്ടിരുന്നു. 2021 പാരീസ് ജയരാജ് എന്ന തമിഴ് സിനിമയിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. ഉമാശങ്കരി 70-80 കാലഘട്ടങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന നടിയായ സുമിത്രയുടെയും സംവിധായകനായ രാജേന്ദ്ര ബാബുവിന്റെയും മകളാണ് ഉമാശങ്കരി. വെറും 5 മലയാള സിനിമകളിൽ മാത്രമാണ് ഉമാശങ്കരി അഭിനയിച്ചിട്ടുള്ളത്. 2002 കുബേരനാണ് ഉമാശങ്കരിയുടെ ആദ്യ മലയാള സിനിമ. എന്നാൽ ആ സിനിമയിലെ പെർഫോമൻസ് ഒഴിച്ചു നോക്കിയാൽ പിന്നീടുള്ള മലയാള സിനിമകളിൽ ഒന്നും തന്നെ കാര്യമായി ഉമാശങ്കരിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല. കുബേറിന് ശേഷം അഭിനയിച്ച എല്ലാ മലയാള സിനിമകളും പിന്നീട് സാമ്പത്തികമായി പരാജയപ്പെട്ടു. എന്നാൽ അതേ സമയത്തും ഓരോ വർഷവും 4-5 സിനിമകൾ വരെ ഉമാശങ്കരി സൗത്ത് ഇന്ത്യയിലെ പല ഭാഷകളിലായി ചെയ്തുകൊണ്ടിരുന്നു. ഉമാശങ്കരി 3 ഭാഷകളിലായി 32ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല സിനിമകളും സാമ്പത്തികമായി പരാജയമായിരുന്നു. ഉമാശങ്കരിയുടെ ഒരു പ്രത്യേക ചിരിയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ആകർഷിച്ച ഒന്ന്. സിനിമകളിൽ തുടരെ അഭിനയിച്ചെങ്കിൽ പോലും സിനിമാ ഫീൽഡിൽ ഉമാശങ്കരിക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ 2007 അഭിനയത്തോട് വിട പറഞ്ഞ ഉമാശങ്കരി പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷം 2-3 സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു. 2022 അജിത്ത് സിനിമയായ വലിമയിൽ ഉമാശങ്കരിയുടെ ഒരു റഫറൻസ് കൊടുക്കുന്നുണ്ട്. അതും തന്റെ അമ്മയായ സുമിത്രയുടെ കഥാപാത്രത്തിന്. സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിലും 1-2 TV ഷോകളിലും സീരിയലുകളിലും ഉമാശങ്കരി മുഖം കാണിച്ചിരുന്നു. നല്ല സൗന്ദര്യമുണ്ടായിരുന്നിട്ടും ഒരുപാട് സിനിമകൾ കിട്ടിയിട്ടും സിനിമയിൽ ക്ലച്ച് പിടിക്കാതെ പോയ മറ്റൊരു താരപുത്രിയായിരുന്നു ഉമാശങ്കരി. ശാന്തനു ഭാഗ്യരാജ് ഒരു പതിറ്റാണ്ടിലെ ഏറ്റവും മോശം അരങ്ങേറ്റം ലഭിച്ച നടനെന്ന് വിളിക്കാവുന്ന ഒരാളാണ് ശാന്തനു ഭാഗ്യരാജ്. നടി പൂർണിമ ജയറാമിന്റെയും സംവിധായകൻ ഭാഗ്യരാജിന്റെ മകനാണ് ശാന്തനു ഭാഗ്യരാജ്. ഒരു മരം വളരാൻ വേണ്ടി വർഷങ്ങളോളം വെള്ളമൊഴിച്ചു. പക്ഷെ ഒഴിച്ചതെല്ലാം മണ്ട പോയത് എങ്ങനെയാണെന്ന് മാത്രം. ഇതാണ് ശാന്തനുവിന്റെ അവസ്ഥ. തന്റെ മകനെ ഒരു വലിയ നടനായി കാണാൻ വേണ്ടി അച്ഛനായ ഭാഗ്യരാജ് ഒരുപാട് അവസരങ്ങൾ ശാന്തനുവിന് കൊടുത്തു. 1998 തന്റെ അച്ഛന്റെ സിനിമയിലൂടെ ബാലതാരമായിട്ടാണ് ശാന്തനു സിനിമയിൽ വരുന്നത്. പിന്നീട് അച്ഛന്റെ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുകയും ചെയ്തു. 2008 സക്കരക്കട്ടി എന്ന തമിഴ് സിനിമയിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ചു. സിനിമയിലെ പെർഫോമൻസ് തരക്കേടില്ലെങ്കിലും ആ വർഷത്തെ മികച്ച പുതുമുഖ നടനുള്ള ഫിലിംഫെയർ അവാർഡ് ശാന്തനു കൈക്കലാക്കി. പിന്നീട് 2009 ഏഞ്ചൽ ജോൺ എന്ന മലയാള സിനിമയിൽ മോഹൻലാലിന്റെ കൂടെയുള്ള അഭിനയം കാര്യമായി വർക്കൗട്ടായില്ല. ശാന്തനുവിന്റെ പെർഫോമൻസ് വളരെ മോശമായതുകൊണ്ട് തന്നെ പിന്നീട് ബജറ്റ് കുറഞ്ഞ ചെറിയ പടങ്ങളിൽ ശാന്തനു കാസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം പല സിനിമകളിൽ അഭിനയിച്ചെങ്കിൽ പോലും അതെല്ലാം പരാജയമായിരുന്നു. മണിരത്നം, AR റഹ്മാൻ എന്നിവരുടെ സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചെങ്കിലും കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ശങ്കറിന്റെ ബോയ്സ്, കാതൽ, സുബ്രഹ്മണ്യപുരം തുടങ്ങിയ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിക്കാൻ ശാന്തനുവിന് ഓഫർ ലഭിച്ചിരുന്നു. എന്നാൽ പക്ഷേ അതെല്ലാം പല കാരണങ്ങൾ മൂലം അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. ചെറുപ്പത്തിൽ തന്നെ അത്രയും വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് കുറ്റബോധത്തോടെ അദ്ദേഹം പിന്നീട് പല ഇന്റർവ്യൂകളിൽ സംസാരിച്ചിട്ടുണ്ട്. തുടരെ പരാജയങ്ങൾ സംഭവിച്ചിട്ടും തന്റെ മകന് വീണ്ടും സിനിമയിൽ ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി അച്ഛനായ ഭാഗ്യരാജ് വീണ്ടും പല അവസരങ്ങൾ കൊടുക്കാൻ തുടങ്ങി. 2020 മണിരത്നം തിരക്കഥ എഴുതിയ വാനം കൊട്ടട്ടം എന്ന സിനിമയിലും 2021 വിജയുടെ മാസ്റ്ററിലും വേഷങ്ങൾ കിട്ടിയത് അച്ഛനായ ഭാഗ്യരാജിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. പക്ഷേ എത്രയൊക്കെ നല്ല അവസരങ്ങൾ കിട്ടിയിട്ടും കാര്യമായ പ്രകടനങ്ങളൊന്നും ചെയ്യാൻ ശാന്തനുവിന് കഴിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മണ്ട പോയ തെങ്ങിൽ വർഷങ്ങളോളം വെള്ളം ഒഴിച്ചുവെന്ന്. ശാന്തനു മാത്രമല്ല, ശാന്തനുവിന്റെ അനുജിത്തിയായ ശരണ്യ ഭാഗ്യരാജിനും ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. തന്റെ അച്ഛൻ സംവിധാനം ചെയ്ത പാരിജാതം എന്ന തമിഴ് സിനിമയിൽ പൃഥ്വിരാജിന്റെ നായികയായി അരങ്ങേറ്റം കുറിച്ചതാണ് ശരണ്യ ഭാഗ്യരാജ്. ആ സിനിമ ക്രിട്ടിക്കലി ഹിറ്റായിരുന്നു. പിന്നീട് അതേ വർഷം പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയായ ഫോട്ടോഗ്രാഫറിൽ ശരണ്യ ഒരു വേഷം ചെയ്തിരുന്നു. ശരണ്യ നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു ശരണ്യ സിനിമാ ഫീൽഡിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങളോളം ശരണ്യ ഡിപ്രഷനിലായിരുന്നു. എന്നാൽ അതിന്റെ കാരണം എന്താണെന്ന് പല ആളുകൾ ചോദിച്ചിട്ടും ശരണ്യോ അവരുടെ കുടുംബമോ ഒന്നും മറുപടി കൊടുത്തിരുന്നില്ല. അങ്ങനെ സിനിമയിൽ നല്ലൊരു തുടക്കം കിട്ടിയിട്ടും തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ എല്ലാം ഉപേക്ഷിച്ച വ്യക്തിയാണ് ശരണ്യ ഭാഗ്യരാജ്. മക്ബൂൽ സൽമാൻ നല്ല കഴിവുണ്ടായിട്ടും തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് മാത്രം നല്ലൊരു കരിയർ നശിപ്പിച്ചു കളഞ്ഞ വ്യക്തിയാണ് മക്ബൂൽ സൽമാൻ. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും മക്ബൂലിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കും. മമ്മൂട്ടിയുടെ സഹോദരനായ ഇബ്രാഹിം കുട്ടിയുടെ മകനാണ് മക്ബൂൽ സൽമാൻ. സാക്ഷാൽ ദുൽഖർ സൽമാനേക്കാളും മുൻപായി സിനിമയിലെത്തിയ വ്യക്തിയാണ് മക്ബൂൽ സൽമാൻ. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ മക്ബൂലിന് അഭിനയത്തോട് വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അഭിനയം വളരെ സീരിയസ് ആയി എടുത്ത അദ്ദേഹം മമ്മൂട്ടിയുടെ പേരിലോ തന്റെ അച്ഛന്റെ പേരിലോ ആരുടെയും മുൻപിൽ അവസരം ചോദിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓഡീഷനിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ലിവിംഗ് ടുഗദർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഫാസിലിനെ പോയി കണ്ടെങ്കിലും അദ്ദേഹം റിജക്ട് ചെയ്തു. പിന്നീട് രഞ്ജൻ പ്രമോദ് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും അത് നടക്കാതെ പോയി. ഒടുവിൽ AK സാജന്റെ അസുരവിത്തിൽ മക്ബൂലിന് അവസരം കിട്ടി. തന്റെ രണ്ടാമത്തെ സിനിമയായ മാറ്റിനി സാമ്പത്തികമായി പരാജയപ്പെട്ടെങ്കിലും മക്ബൂലിന്റെ പെർഫോമൻസ് ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. മക്ബൂലിന്റെ ആദ്യ സിനിമയ്ക്ക് ശേഷമാണ് ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് വരുന്നത്. എന്നാൽ ഒരു പുതുമുഖമായതുകൊണ്ട് തന്നെ തനിക്ക് വന്ന ലോ ബജറ്റ് സിനിമകൾ ഉൾപ്പെടെ എല്ലാ സിനിമകളിലും അദ്ദേഹം സ്ക്രിപ്റ്റ് പോലും നോക്കാതെ അഭിനയിച്ചു.
അതിന്റെ ഫലമായി അദ്ദേഹം അഭിനയിച്ച 10 സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടു. ഇത് മക്ബൂലിന്റെ താരമൂല്യത്തെ വല്ലാതെ ബാധിച്ചു. പിന്നീട് നായകനിൽ നിന്നും സഹനടനിലേക്കും വില്ലനിലേക്കും ചെറിയ റോളുകളിലേക്കും അദ്ദേഹം മാറ്റപ്പെട്ടു. മക്ബൂലിന്റെ സമയത്ത് സിനിമയിൽ കയറിയ പല പുതുമുഖങ്ങളും അവരുടെ ഗ്രാഫ് ഉയർത്തിയപ്പോൾ അദ്ദേഹം കരിയർ ബിൽഡ് ചെയ്യാൻ കഷ്ടപ്പെടുകയായിരുന്നു. മക്ബൂൽ സൽമാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുകളാണ് ഈ ഒരു മോശം ഫിലിം കരിയറിന് കാരണം. സിനിമയോട് ഒരുപാട് പാഷനുള്ള ഒരു നടൻ തന്റെ തിരഞ്ഞെടുപ്പ് മൂലം കരിയർ ഇല്ലാണ്ടാക്കി കളയുന്നത് കാണുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.